ഈയിടെ നടന്ന ചില സംഭവ വികാസങ്ങളൊക്കെ കണ്ടപ്പോൾ ചിലരോടൊക്കെ ഒന്ന് നന്ദി പറഞ്ഞു കളയാമെന്ന് തോന്നി. അങ്ങനെയുള്ളൊരു നന്ദി പ്രകാശനമാണ് ഈ വീഡിയോ. കറുത്തവർ വേണമെങ്കിൽ വല്ല അമ്പലപ്പറമ്പിലോ പള്ളിപ്പറമ്പിലോ പോയി ഡാൻസ് കളിച്ചോട്ടെ, അല്ലാതെ മറ്റു വേദികളിലൊന്നും വേണ്ട എന്നാണ് കൽപ്പന. പിന്നെ ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കരുത് എന്നും ഇനി കളിക്കുന്നുണ്ടെങ്കിൽ അതൊരു വെളുത്ത സുന്ദരനായിരിക്കണം എന്നുമുണ്ട് കൽപ്പന. കറുത്ത സുന്ദരൻ കാലകത്തി വെച്ച് കളിച്ചാൽ ഒരു ഗുമ്മില്ലത്ര, വെളുത്ത സുന്ദരനാണെങ്കിൽ മോഹനനാട്ടവും ആകാമെന്ന്. ഈ പറഞ്ഞ ആളുടെ, അതായത് കലാമണ്ഡലം സത്യഭാമയുടെ സംസാര രീതി കണ്ടാൽ തന്നെ അറിയാം അവർക്ക് താനീ പറഞ്ഞതിൽ കുഴപ്പങ്ങളുണ്ടെന്ന് ഈ ജന്മത്തിൽ മനസ്സിലാകാൻ പോണില്ലെന്ന്. എന്നേക്കാൾ വലിയ ആരുമില്ല, എന്നെ പഠിപ്പിക്കാൻ നിങ്ങളൊന്നും ആയിട്ടില്ല എന്ന രീതിയിലുള്ള അധികാരത്തിന്റേതായ ഒരു ഭാഷയാണത്. എല്ലാ മറുവാദങ്ങളെയും കൊട്ടിയടച്ചുകൊണ്ടും എല്ലാവരെയും പരിഹസിച്ചും ആക്ഷേപിച്ചുകൊണ്ടുമുള്ള ഒരു പ്രതികരണമാണ് അവർ നടത്തുന്നത്. കാക്ക പോലെ കറുത്തവൻ, പെറ്റതള്ള കണ്ടാ സഹിക്കില്ല തുടങ്ങിയ സെൻസിബിലിറ്റിയോ എമ്പതിയോ തൊട്ട് തീണ്ടാത്ത വർത്തമാനങ്ങൾ, എന്റെ അഭിപ്രായം ഇതാണ്, എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, എനിക്കെന്താ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ എന്ന പേരിൽ തൊടുത്തുവിടുന്ന അവർ നമ്മുടെ നാട്ടിലെ ഇത്തരം ആളുകളുടെ ഒരു പ്രതിനിധിയാണ്. കോമഡി എന്താണെന്ന് വെച്ചാൽ അവരുടെ സംസാരത്തെ വിമർശിച്ചവരിൽ ചിലരുടെ പ്രതികരണ രീതിയും ഇതേ തരത്തിലുള്ളതാണ് എന്നതാണ്. അതായത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അഥവാ പോക്ക തൊട്ട് തീണ്ടാത്ത ചില വിഡ്ഢിത്തങ്ങൾ മാത്രമായി പോയി അവ. ചില ഉദാഹരണങ്ങൾ നോക്കാം. ഈ ട്രോൾ ഉണ്ടാക്കിയ ആളും ഈ പറഞ്ഞ കലാമണ്ഡലം സത്യഭാമയും തമ്മിൽ ചിന്താരീതിയിൽ എന്ത് വ്യത്യാസമാണുള്ളത്? കറുപ്പ് മോശമാണ് എന്ന ബോധമാണ് രണ്ടുപേർക്കുമുള്ളത്. ഒരാളെ കറുപ്പിച്ചാൽ അത് അയാളെ മോശപ്പെടുത്താനോ കളിയാക്കാനോ ഉപയോഗിക്കാമെന്നാണ് ഈ ട്രോളിന്റെ ഉടമസ്ഥനും കരുതുന്നത്. ഒരാളുടെ നിറം മാറ്റി കറുപ്പാക്കിയാൽ അയാളെ കളിയാക്കാമെന്ന FFC കൾച്ചർ നമ്മുടെ പൊതുബോധത്തെ എത്രമാത്രം സ്വാധീനിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. സത്യഭാമ എന്ന വ്യക്തിയുടെ വിഡ്ഢിത്തം, അഹങ്കാരം ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ കറുത്ത നിറമുള്ള വ്യക്തികളെ കളിയാക്കുന്നതിലേക്ക് വരെ ചിലർ മാറി. സത്യഭാമ എന്ന വ്യക്തി ട്രോളുകൾ കൊണ്ടോ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കൊണ്ടോ മാറി ചിന്തിക്കുമെന്ന പ്രതീക്ഷ എനിക്കില്ല. ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾക്ക് നിയമ നടപടിയാണ് വേണ്ടത്. ഇന്നത്തെ കാലത്ത് ഇതൊന്നും ആരെയും ഇനി പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നിറത്തെ വെച്ചുള്ള അധിക്ഷേപം ഇത്രയും ഡയറക്റ്റായി പറയുന്ന ഒരു വ്യക്തി കുട്ടികളെ പഠിപ്പിക്കാൻ അർഹയല്ല. ഇതിനോടകം എത്ര കുട്ടികളിൽ അവരുടെ ആ വിഷം കുത്തിവെച്ച് കാണും. അവർ വിധി പറഞ്ഞ മത്സരങ്ങളിലെല്ലാം ഈ നീച ചിന്ത ആ വിധിയെ ബാധിച്ചു കാണില്ലേ? സത്യത്തിൽ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചു, അപമാനിച്ചു, മാറ്റി നിർത്തി, അവസരം തന്നില്ല എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. അതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുമോ? നമ്മൾ ബുദ്ധിയും വിവരവും ഉള്ളവരല്ലേ, ഇത് കേരളമല്ലേ എന്നൊക്കെയുള്ള മറു ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അങ്ങനെ സംശയം തോന്നുന്നവർക്ക് മുന്നിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഒരു രൂപം കിട്ടിയെന്ന കാര്യത്തിൽ ഈ സത്യഭാമ എന്ന വ്യക്തിയോട് കടപ്പാടുണ്ട്. അടുത്ത കടപ്പാട് സദ്ഗുരുവിനോടാണ്. സദ്ഗുരു ഒരു ബ്രെയിൻ സർജറി ഒക്കെ കഴിഞ്ഞ് വിശ്രമത്തിലാണ്. ഡൽഹിയിലെ അപ്പോളോ ഹോസ്പിറ്റലിലായിരുന്നു സർജറി. അതിലിപ്പോ എന്താ എന്നാണോ? വേറൊന്നുമില്ല, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും ഡോക്ടേഴ്സിന്റെ തട്ടിപ്പിനെ കുറിച്ചുമൊക്കെ മൂപ്പര് പറഞ്ഞ ചില കോട്സ് ഒക്കെ ഒന്ന് ഓർമ്മ വന്നു, അത്രയുള്ളൂ. ജീവൻ അപകടത്തിലാണ് എന്ന് തോന്നുമ്പോൾ ആധുനിക വൈദ്യം ഏത് സദ്ഗുരുവിനും വേണ്ടിവരുമെന്ന മഹത്തായ സന്ദേശം നൽകിയതിനാണ് സദ്ഗുരുവിനോട് കടപ്പാട്. ഒന്ന് ഉഷാറായപ്പോ വീണ്ടും ആശുപത്രി കിടക്കയിലിരുന്ന് മൂപ്പര് പഴയ കളി കളിക്കുന്നുണ്ട് എന്നത് വേറെ കാര്യം. അടുത്ത നന്ദി കലിപ്പൻ കാന്താരി കളിച്ച് എയറിൽ കയറിയ ഈ കപ്പിളിനുള്ളതാണ്. ഏട്ടായി എന്നെ അതിഭയങ്കരമായി തല്ലും, നല്ലോണം തല്ലി കിട്ടിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, തല്ലി കഴിഞ്ഞ ഏട്ടായി എന്തേലും വാങ്ങിത്തരുമെന്ന് പറഞ്ഞ ഏട്ടായിയുടെ സ്വന്തം കാന്താരി ഇപ്പൊ അത് തിരുത്തിയിട്ടുണ്ട്. ഭയങ്കരമായി തല്ലും എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ കൈക്കിട്ട് ചുമ്മാ ഇങ്ങനെ 2 തട്ട് തട്ടും, അത്രയുള്ളൂ എന്നാണ് ഇപ്പൊ പുറത്തു വന്ന തിരുത്തിൽ പറയുന്നത്. കലിപ്പൻ കാന്താരി സംഭവമൊക്കെ ടോക്സിക് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് അതിന് വലിയ മാർക്കറ്റ് ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നാണോ ഈ തിരുത്തെന്നറിയില്ല. എന്തായാലും ഈ തിരുത്തിന് നന്ദി. ഇത്രയൊക്കെ തിരുത്തലുകളും തിരുത്തിക്കലുകളും നടന്നുകൊണ്ടിരിക്കുമ്പോഴും മാറ്റമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒന്നുകൂടി പറഞ്ഞ് നിർത്താം. മകളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് ചെറുതായി അടിച്ചു കൊന്നതിനാണോ ഇപ്പൊ കുഴപ്പം? അമ്മമാരായാൽ അങ്ങനെ കൊന്നിരിക്കും, എല്ലാം മകളുടെ നല്ലതിനു വേണ്ടിയാണ്. ഈ ഒരു ലൈനാണ് കമന്റ്സ് മൊത്തം. അപ്പൊ എന്താണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങളെ കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.